ഹലോ, എല്ലാവർക്കും മൈ സ്വീറ്റ് ആൻഡ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മന്തി റൈസും ഒരു ഗ്രിൽഡ് ചിക്കനുമാണ്. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ ഫുൾ ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനുള്ള മാരിനേഷൻ തയ്യാറാക്കാം. അതിനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഫുൾ ടീസ്പൂൺ മുളക് പൊടിയും, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അത് ബ്ലാക്ക് പെപ്പറാണ്. പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ തന്തൂരി മസാല, അത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. തന്തൂരി മസാല പിന്നെ ആഡ് ചെയ്യുന്നതാണ് ഒരു 2 ടീസ്പൂണോളം ഗരം മസാല. അപ്പോൾ ഗരം മസാല നമുക്ക് വീട്ടിൽ തന്നെ പൊടിപ്പിക്കാവുന്ന ഗരം മസാലയാണ്. പിന്നെ ഒരു ഫുൾ ചിക്കൻ, ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോയുള്ള ഒരു ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഉണ്ട്. പിന്നെ 1 ടീസ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 3/4 ടീസ്പൂണോളം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓയിൽ. ഈ ഒരു മാരിനേഷൻ തയ്യാറാക്കുമ്പോൾ നമുക്ക് ഓയിലും കൂടി ആഡ് ചെയ്യണം. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചാൽ മതി. പിന്നെ യോഗേർട്ട്, അപ്പോൾ യോഗേർട്ട്, തൈര്, ഇതിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യോഗേർട്ടാണ് യൂസ് ചെയ്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്, അതാണ് എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പുളിയായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് തൈര് ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നാരങ്ങ നീരും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ബാലൻസിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് മാത്രം അത്യാവശ്യം ഇടണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ മസാല വേണം. അപ്പോൾ ഇനി ഫുൾ ഗ്രിൽഡ് ചിക്കന് നമുക്ക് അടുത്ത സാധനം ഫുൾ ചിക്കൻ തന്നെ വേണമല്ലോ. അപ്പോൾ ഒരു 1 kgയുടെ നിയർലി 1 kg, അപ്പോൾ നമുക്ക് ഈ ഒരു 1 kgയുടെ ചിക്കൻ എടുക്കാം. അപ്പോൾ ഇവിടെ മേടിക്കുന്ന ചിക്കൻ ഇങ്ങനെ ഫുൾ തൊലിയുള്ള ചിക്കനാണ്, പക്ഷേ അതിൻ്റെ ഉള്ളൊക്കെ ക്ലീനാണ്. അപ്പോൾ ഇത് നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്ത് നമുക്ക് കുറച്ച് നേരം വെള്ളം പോകാനായിട്ട് ചിക്കൻ വെക്കണം. ഇനി അങ്ങനെ പോവാത്ത വെള്ളം നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം. അതിനുശേഷം ചിക്കന് നന്നായിട്ട് വരയുമ്പോൾ നല്ല ഉള്ളിലേക്ക് മസാല കയറി ചെല്ലുന്ന വിധത്തിൽ നല്ലതുപോലെ വരഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഉള്ളിലും കൂടി ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, ഈ ഒരു ഫുൾ ചിക്കൻ 1 kg ഉണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് നമ്മൾ ഇതെല്ലാം എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ചിക്കൻ 1.5 kgയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിക്കൻ അതിലും 1/2 kgയോ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മസാല അതിനനുസരിച്ച് മാറ്റണം. നമ്മുടെ കയ്യിലുള്ള ഉപ്പിൻ്റെ പാകം നമുക്കേ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് പല ടൈപ്പ് ഉപ്പ് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഉപ്പിൻ്റെ പാകം അനുസരിച്ച് എനിക്ക് 1.5 ടീസ്പൂണോളം ഉപ്പിട്ടാലാണ് 1 കിലോ ചിക്കന് പിടിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും അതിനനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളുടെ അവിടെ കിട്ടുന്ന ചിക്കന് നിങ്ങൾ എന്തുമാത്രമാണോ ഇടുന്നത് അതിനനുസരിച്ച് ഉപ്പും മുളകും അതെല്ലാം നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ഇനി നമുക്ക് ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വരഞ്ഞ ആ ഒരു ചിക്കനെ വരഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ മസാല തള്ളി കയറ്റി വെക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഉള്ളിലും കൂടി ഫ്ലഷിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കൂടാതെ തന്നെ ചിക്കൻ്റെ ഉൾഭാഗത്തേക്ക് തന്നെ, അതായത് ചിക്കൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നന്നായിട്ട് മസാല തള്ളിക്കയറ്റി വെക്കണം. നമ്മൾ നന്നായിട്ട് മസാല തേച്ച് ഇതിന് നമുക്ക് ഏകദേശം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. നമ്മൾ ഒരു ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് തലേന്ന് രാത്രി തന്നെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് പിറ്റേ ദിവസത്തേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഫുള്ളായിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അത് മാറ്റി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞു. അതായത് ഞാനൊരു രാവിലെ 10 മണിക്ക് വെച്ച ചിക്കനാണ്. ഇനി അത് ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാൻ ഏറ്റവും ബോട്ടത്തിൽ കുറച്ച് ബട്ടർ തൂത്ത് വയ്ക്കുന്നുണ്ട്. അതായത് ചിക്കൻ ഗ്രില്ലാകുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനും അതുപോലെ ചിക്കനിലേക്ക് കുറച്ചും കൂടി ബട്ടറിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് ഓവനിലേക്ക് വെക്കാം. അപ്പം ഞാൻ വേറെ ബട്ടറൊന്നും വെക്കുന്നില്ല. ചിക്കൻ്റെ നെയ്യ് ഇറങ്ങും, താഴെ ബട്ടർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓയിൽ മാത്രമാണ് ഈ ചിക്കനിലേക്ക് വരുന്നത്. അപ്പം ഞാനിത് ബോത്ത് സൈഡ് ഗ്രില്ല് ചെയ്യാൻ, അതായത് മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് കിട്ടുന്ന വിധത്തിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു 200 ഡിഗ്രി സെൽഷ്യസിൽ വെക്കാം. അപ്പോൾ ചിക്കൻ അവിടെ ഇരുന്ന് ഗ്രില്ലാവട്ടെ. അടുത്തതായിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, അരി, അതായത് സെല്ല ബസ്മതി റൈസ് ആണ് ഇതിന് യൂസ് ചെയ്യേണ്ടത്. ആ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം 1 മണിക്കൂർ കുതിർത്തുക. 1 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഇതുപോലെ വെള്ളം പോകാനായിട്ട് നമ്മളൊരു അരിപ്പ് പാത്രത്തിലേക്ക് അത് ഇട്ട് വയ്ക്കുക. ഇത്രയാണ് നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് പാനിൽ മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിനകത്തേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഓയിൽ ഏത് ടൈപ്പ് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. കോക്കനട്ട് ഓയിൽ വേണ്ട, കാരണം അറബിക് റൈസിനൊക്കെ നമ്മൾ കൂടുതലും വെജിറ്റബിൾ ഓയിലായിട്ട് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇടാം. കുറച്ച് പെരിഞ്ചീരകം എന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സ്പൈസസുകളെല്ലാം തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഈ സ്റ്റാർ ഇടുക. അതൊരു വലിയ സ്റ്റാറാണ് കേട്ടോ, അതിട്ടു. പിന്നെ നമുക്ക് 2-3 പട്ട. അപ്പോൾ പട്ടയുടെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. പിന്നെ ഒരു 3-4 ഏലക്ക. 3-4 ഏലക്ക ഒക്കെ ഞാൻ പാകം പറയുന്നത് ഒരു 500 ഗ്രാം അരിക്കാണ്. അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പു. പിന്നെ ഈ ഒരു സാധനമാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഉണക്ക നാരങ്ങ. ഇതാണ് ഇതിനകത്ത് നമുക്ക് കൂടുതൽ അറബിക് ഫ്ലേവർ തരുന്നത്. പിന്നെ ഒരു 5-10 കുരുമുളകും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മളിത് ഈ സ്പൈസസ് എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് സവാളയും ക്യാപ്സിക്കവും കുറച്ച് പച്ചമുളകും ഒക്കെ ആഡ് ചെയ്യാം. അപ്പോൾ സവാളയാണ് ഇതിനകത്ത് ആദ്യം നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഒത്തിരി സവാളയൊന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു 1/2 കിലോ അരിയാണ്. അപ്പോൾ 1/2 കിലോ അരിക്കായിട്ട് ഞാൻ 2 ചെറിയ സവാള, അതൊരു മീഡിയം സൈസിലുള്ള 2 സവാള, അത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ക്യാപ്സിക്കം ഇവിടെ നമുക്ക് കുരുകുരാന്ന് അരിയണം, അതായത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമ്മൾ ക്യാപ്സിക്കം കൂടി ഇതിനകത്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. അതിനുശേഷം ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാഗി ക്യൂബാണ്. അപ്പോൾ ഇത് ചിക്കൻ്റെ മാഗി ക്യൂബാണ്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ എടുത്തിരിക്കുന്ന അരിയുടെ അളവ് പ്രകാരം ഒരു 2 മാഗി ക്യൂബ് അല്ലെങ്കിൽ ഒരു 3 മാഗി ക്യൂബ് വരെ നമുക്ക് ആഡ് ചെയ്യാം. ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ ഫ്ലേവർ കുറയും, 3 ആകുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും, 2 ആണെങ്കിൽ ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇത്തിരി അധികം ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ 3 ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 1/2 കിലോ അരിക്കൊക്കെ 2 മാഗി ക്യൂബ് മതിയാവും. ഇപ്പോൾ ഈ മാഗി ക്യൂബ് ഇടാൻ നിങ്ങൾക്ക് നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിക്കൻ ഇത്തിരി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ ആ ചിക്കൻ വേവിച്ചിട്ട് ആ ചിക്കൻ്റെ കഷ്ണങ്ങൾ അതിൽ നിന്ന് മാറ്റുമ്പോൾ ആ ചിക്കൻ വേവിച്ച വെള്ളം കിട്ടും. ആ വെള്ളം ഒഴിച്ചാലും മതി. അപ്പോൾ നമുക്ക് ആ ചിക്കൻ്റെ സ്ട്രോക്ക് കിട്ടുമല്ലോ. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് ഫ്ലേവർ തരുന്നത്. ഞാൻ ഇതിനകത്ത് ഇടാൻ മിസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ഞാൻ പിന്നീട് ഇട്ടു, പക്ഷേ എനിക്കത് വീഡിയോ ക്ലിപ്പിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ സവാള വഴറ്റുന്ന കൂട്ടത്തിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാനൊരു വലിയ തക്കാളി നല്ല പേസ്റ്റായിട്ട് അരച്ചത് ഇപ്പോൾ നമ്മൾ ഈ വാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സവാള ക്യാപ്സിക്കം അതിലേക്കായിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഇനി നന്നായിട്ട് ഇത് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഈ തക്കാളി എല്ലാം വെന്ത് എണ്ണ തെളിയും. ആ ഒരു ഭാഗം വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിനുശേഷം ഇത് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇളക്കി കൊടുക്കണ്ട. ഇനി ഇതിന് ശേഷം നമ്മൾ ആ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, ആ അരി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന അരി സെല്ല ബസ്മതി റൈസാണ്. നോർമൽ ബസ്മതിയിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ സെല്ലയാണ് കൂടുതൽ നല്ലത്. ഇനി റൈസിന് വേണ്ട ഉപ്പ് പാകത്തിനിടുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാകത്തിന് എനിക്ക് 2 ടീസ്പൂൺ ഉപ്പ് വേണം. അപ്പോൾ ഉപ്പിൻ്റെ പാകം നമ്മൾ നോക്കിയിട്ടിടണം, കാരണം ഈ മാഗി ക്യൂബിനകത്ത് കുറച്ച് ഉപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പോൾ 2 ടീസ്പൂൺ ഇട്ടതിന് ശേഷം ഞാൻ അരി ആഡ് ചെയ്യും. അപ്പോൾ അരി മുഴുവൻ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് നേരം ആ മസാലയിൽ കിടത്തി അരിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരിയെല്ലാം കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് മസാലയിൽ നന്നായിട്ട് പിടിക്കും. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അരി നമ്മൾ വറ്റിച്ചെടുക്കുന്ന വിധത്തിലല്ല വെള്ളം ആഡ് ചെയ്യുന്നത്. അരി നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുന്ന വിധത്തിലാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് അധികം ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 3 കപ്പ് വെള്ളം വേണം എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ വറ്റിച്ചെടുക്കുന്നതല്ലാത്തതുകൊണ്ട് കുറച്ച് അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. അതിനുമുമ്പ് നിങ്ങൾ ഒരു കൂട്ടം കൂടി ഇടാനുണ്ട് കേട്ടോ. അതായത് ഒരു 3-4 പച്ചമുളകും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റായി നമ്മൾ ഓവനിനകത്ത് ചിക്കൻ വെച്ചിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഓവനിലിരിക്കുന്ന ചിക്കൻ എന്തായെന്ന് നോക്കാം. അപ്പോൾ ഓവനിലിരിക്കുന്ന ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ആ സ്കിന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓവൻ ലൈറ്റായിട്ട് ഓഫാക്കിയിട്ട് ഞാൻ ഓവൻ തുറന്ന് ആ ചിക്കൻ അങ്ങ് പുറത്തേക്ക് എടുക്കും. ഇപ്പം ഞാൻ ഓൾറെഡി അതിനകത്ത് നേരത്തെ തേച്ച ബട്ടറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മെൽറ്റായിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ്റെ മുകളിലെ പോർഷൻ നല്ല ഡ്രൈ ആണ്. അപ്പം ഞാൻ ആ ബട്ടറെല്ലാം എടുത്ത് ആ ചിക്കനെ നന്നായിട്ട് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ചിക്കന് കുറച്ചും കൂടി മോൾ ഭാഗമൊക്കെ വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നന്നായിട്ട് ബട്ടറെല്ലാം ഞാൻ ഒന്നുകൂടെ തേച്ചിട്ട് ഇതിനെ വീണ്ടും നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. 15 മിനിറ്റ് കൊണ്ട് ഏകദേശം ചിക്കൻ കുക്കായിട്ടുണ്ട്.
നിങ്ങൾക്കിപ്പോൾ ചിക്കൻ ഒരു ജ്യൂസി ആയിട്ടാണ് കുക്ക് ആവേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കുക്ക് ചെയ്താൽ മതി. ടോട്ടൽ കുക്കിംഗ് ടൈം, അതായത് ഒരു 10-15 മിനിറ്റും കൂടി ഇനി അഡീഷണൽ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് വേണം. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വേവണം. അപ്പോൾ ഞാനൊരു 40 മിനിറ്റോളം കുക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടൽ കുക്കിംഗ് ടൈമാണേ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ റൈസ് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ, കാരണം റൈസ് അടി പിടിക്കരുതല്ലോ. അപ്പോൾ ഇടയ്ക്കെടുത്ത് റൈസ് ഇങ്ങനെ വെന്തില്ലേന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ വേവിക്കുന്ന ഈ സെല്ല റൈസ് ഇത്തിരി വലിയ റൈസാണ്, അപ്പോൾ അത് ഇത്തിരി വേവാനും ടൈം എടുക്കും. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. നമുക്ക് ഇപ്പോൾ ഏകദേശം സമയം കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ എനിക്ക് പാകം ഉള്ളൊരു പാകത്തിന് ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. അതിൻ്റെ ടോപ്പ് ക്രിസ്പി ആയിട്ടുണ്ട്, ഉള്ളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു പരുവത്തിന് ഞാനിത് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഇതിനകത്ത് കുറച്ച് അധികം വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ മന്തിയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ചിക്കൻ ഞാൻ ടോട്ടൽ കുക്ക് ചെയ്തത് 40 മിനിറ്റ്സ് ആണ്. നിങ്ങൾക്കൊരു 30 മിനിറ്റ്സോളം കുക്ക് ചെയ്താലും ചിക്കൻ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മുടെ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ റൈസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്ക് ആ റൈസ് ഊറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ റൈസിനകത്ത് വെള്ളം പോകാനായിട്ട് അതവിടെ മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ ചിക്കനും നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റൈസ് ഉണ്ടല്ലോ ഒരു പാത്രത്തിലേക്ക് കുറച്ചിട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ ചിക്കൻ ഗ്രില്ല് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് നമ്മൾ ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരു ലെയർ റൈസ് ഇട്ടു, അതിനകത്തേക്ക് കുറച്ച് ജ്യൂസ് ഒഴിച്ചു. അതിനുശേഷം വീണ്ടും കുറച്ച് ലെയർ റൈസ് ഇട്ടു, അതിനകത്തേക്ക് വീണ്ടും ആ ഒരു ജ്യൂസ് ഒഴിച്ചു. അങ്ങനെ ഞാനൊരു ലെയറായിട്ട് ആ ഒരു റൈസിന് ഞാനൊരു പാത്രത്തിലേക്ക്, ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ആ പാത്രത്തിലേക്ക് അതിനെ ലെയർ ചെയ്ത് വെച്ചു. അപ്പോൾ ഈ ചിക്കൻ്റെ ഈ ടേസ്റ്റ് നല്ലതുപോലെ കിട്ടുന്നത് ഈ ഒരു ജ്യൂസും കൂടി അതിനകത്തേക്ക് ഒഴിക്കുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെയൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അല്ലാതെ തന്നെ ഈ റൈസിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചിക്കൻ ഗ്രില്ല് ചെയ്തത് ആ ഒരു ട്രേയിൽ ഗ്രില്ല് ചെയ്തത്. അല്ലെങ്കിൽ ഞാനൊരു ഗ്രിൽ റാക്കിലായിരുന്നു ചിക്കനെ ഗ്രില്ല് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ജ്യൂസ് മുഴുവൻ ഓവനിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് മന്തി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മന്തി കുക്ക് ചെയ്തത് ചിക്കൻ ആഡ് ചെയ്യാണ്ടാണ് കുക്ക് ചെയ്തത്, എന്നാൽ ചിക്കൻ്റെ ഫ്ലേവർ ഫുൾ ഇതിനകത്ത് കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടൊരു ഗ്രിൽഡ് ചിക്കനും, അത് ഫുൾ ഗ്രിൽഡ് ചിക്കനും മന്തി റൈസും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൈഡായിട്ട് കഴിക്കാനായിട്ട് നമുക്ക് മയണൈസ് എടുക്കാം. അതുകൂടാതെ നമുക്ക് പുതിന ചട്നി അല്ലെങ്കിൽ മിൻറ്റ് ചട്നിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇത്രയും ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തും കൂടി നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.